അവഗണന. അവഗണന എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് നെഗ്ലെക്റ്റ് എന്ന് പറയാം, നെഗ്ലെക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഡിസ്റിഗാർഡ് എന്ന് പറയാം, ഡിസ്റിഗാർഡ്. അതല്ലെങ്കിൽ നെഗ്ലെക്റ്റ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. തൻ്റെ ആരോഗ്യത്തിൻ്റെ അവഗണന ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളതാണ് സെൻറ്റൻസ് വരുന്നത്. നമുക്കിതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഹിസ് നെഗ്ലെക്റ്റ് ഓഫ് ഹിസ് ഹെൽത്ത്. അവൻ്റെ ആരോഗ്യത്തിലുള്ള അവൻ്റെ അവഗണന ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. നയിച്ചു എന്ന് പറയാൻ നമ്മൾ ലെഡ് എന്നാണ് ഉപയോഗിക്കുക. നയിക്കുക എന്നുള്ളതിന് ലീഡ്, നയിച്ചു എന്ന് പറയാൻ ലെഡ്. സോ അവൻ്റെ അവഗണന ലെഡ്, നയിച്ചു ഗുരുതരമായ പ്രശ്നങ്ങൾ. അതിനെന്ത് പറയും? ടു സീരിയസ് പ്രോബ്ലംസ്. ഗുരുതരമായ പ്രശ്നങ്ങൾ, സീരിയസ് പ്രോബ്ലംസ്. ഓക്കെ. നെക്സ്റ്റ് വൺ. പാർട്ടിക്കിടെ അവൾക്ക് തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും അവഗണന നേരിട്ടു. ഇതെങ്ങനെ പറയാം? ഷീ ഫെൽറ്റ്, അവൾക്ക് അനുഭവപ്പെട്ടു. നെഗ്ലെക്റ്റഡ്, അവൾക്ക് അവഗണിച്ചതായി അനുഭവപ്പെട്ടു അവളുടെ സുഹൃത്തുക്കളാൽ. ബൈ ഹർ ഫ്രണ്ട്സ്. പാർട്ടിക്കിടയിൽ, അത് പറയാനായിട്ട് നമുക്ക് ഡ്യൂറിങ് ദ പാർട്ടി എന്ന് പറയാം. ഡ്യൂറിങ് ദ പാർട്ടി, പാർട്ടിക്കിടയിൽ. ഡ്യൂറിങ് ദ ഫങ്ഷൻ, ഫങ്ഷനിടയിൽ. ഓക്കെ. അപ്പോൾ ഷീ ഫെൽറ്റ്, അവൾക്ക് അനുഭവപ്പെട്ടു. നെഗ്ലെക്റ്റഡ് ആയിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു അവളുടെ സുഹൃത്തുക്കളാൽ. ഡ്യൂറിങ് ദ പാർട്ടി, പാർട്ടിക്കിടയിൽ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ. നിയമങ്ങളുടെ അവഗണന പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. നിയമങ്ങളുടെ അവഗണന എങ്ങനെ പറയും? ദ നെഗ്ലെക്റ്റ് അല്ലെങ്കിൽ ദ ഡിസ്റിഗാർഡ് ഓഫ് ദ റൂൾസ്. റൂൾസ് ആണ് നിയമങ്ങൾ. സോ നിയമങ്ങളുടെ അവഗണന, ദ നെഗ്ലെക്റ്റ് ഓഫ് ദ റൂൾസ്, കാരണമായി, കോസ്റ്റ് ദ പ്രൊജക്റ്റ് ടു ഫെയിൽ. പ്രൊജക്റ്റ് പദ്ധതി, പദ്ധതി പരാജയപ്പെടുക, ടു ഫെയിൽ. ദ നെഗ്ലെക്റ്റ് ഓഫ് ദ റൂൾസ് കോസ്റ്റ് ദ പ്രോജക്റ്റ് ടു ഫെയിൽ. പദ്ധതി പരാജയപ്പെടാൻ നിയമങ്ങളുടെ അവഗണന കാരണമായി. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന വാക്കാണ് മുൻഗണന. മുൻഗണന എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മുൻഗണന, പ്രയോറിറ്റി. പ്രയോറിറ്റി. ദാറ്റ്സ് നോട്ട് മൈ പ്രയോറിറ്റി, അതെൻ്റെ മുൻഗണനയല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പ്രയോറിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം. മാനേജർ അടിയന്തര ജോലികൾക്ക് മുൻഗണന നൽകി. വേറെ ഒന്നിനുമല്ല, അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് മാനേജർ മുൻഗണന നൽകിയത്. ഇതെങ്ങനെ പറയാം? The manager നൽകി എന്ന് പറയാൻ gave. The manager gave പരിഗണന, priority. The manager gave priority. മാനേജർ പരിഗണന നൽകി. ഓക്കെ. എന്തിനാണ്? അടിയന്തര നടപടികൾക്കാണല്ലേ, അടിയന്തര ജോലികൾക്കാണ്. അപ്പോൾ ടു urgent tasks, അല്ലെങ്കിൽ നമുക്ക് എമർജൻസി ടാസ്ക്സ് എന്നും പറയാം കേട്ടോ, അടിയന്തരം എന്ന് പറയാനായിട്ട്. ക്ലിയർ അല്ലേ? അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കുടുംബ മുൻഗണന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. കണ്ടല്ലോ. അപ്പം എങ്ങനെ പറയാം? കുടുംബ മുൻഗണന, ഫാമിലി പ്രയോറിറ്റി. ഫാമിലി പ്രയോറിറ്റി ഇസ് അത്യന്താപേക്ഷിതം. ഇതിന് നമുക്ക് എസെൻഷ്യൽ എന്ന് പറയാം. എസെൻഷ്യൽ, അത്യന്താപേക്ഷിതം. ഫാമിലി പ്രയോറിറ്റി ഇസ് എസെൻഷ്യൽ. എന്തിന്?
ജീവിതത്തിൽ. അപ്പോൾ ഇൻ ലൈഫ്. ഫാമിലി പ്രയോറിറ്റി ഈസ് എസെൻഷ്യൽ ഇൻ ലൈഫ്. അടുത്തത് നോക്കാം. സുരക്ഷ നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന ആയിരിക്കണം. ആയിരിക്കണം എന്നാണ് പറയുന്നതല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സേഫ്റ്റി, സുരക്ഷ ആയിരിക്കണം, ഷുഡ് ബി. നമ്മളുടെ എന്ന് പറയാൻ അവർ, ഏറ്റവും വലിയ മുൻഗണന ആയിരിക്കണം എന്നാണല്ലേ. അപ്പോൾ ടോപ്പ് പ്രയോറിറ്റി, സേഫ്റ്റി ഷുഡ് ബി അവർ ടോപ്പ് പ്രയോറിറ്റി. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ നെഗ്ലെക്റ്റ് വെച്ചിട്ടും അതുപോലെ പ്രയോറിറ്റി വെച്ചിട്ടും ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്തിട്ട് താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്തേ.